കിഫ്ബി ടോൾ പിരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ടോൾ പിരിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അറിയിക്കാം. ചർച്ച ചെയ്ത് തീരുമാനിച്ചില്ലല്ലോ, തീരുമാനം വന്നില്ലല്ലോ, വരട്ടെ, അപ്പോൾ നമുക്ക് അറിയിക്കാം. ഇനി LDFൻ്റെ ഭാഗമായിട്ട് തീരുമാനം വരുമ്പോഴും ഞങ്ങളുടെ കൂടി തീരുമാനമായിരിക്കും, അത്രയേ ഉള്ളൂ. പാർട്ടിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നയപരമായ തീരുമാനം എടുക്കാനില്ല. ടോൾ ഇന്ത്യയിൽ ടോൾ നിലവിൽ ഉണ്ടല്ലോ. ഗവൺമെൻറ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്ന രീതിയിൽ ഇത്തരം ടോളിനോട് പൊതുവേ യോജിക്കുന്നില്ല. അതല്ലേ നമ്മൾ മുമ്പെടുത്ത സമീപനം. അതുകൊണ്ടാണല്ലോ ടോളെല്ലാം ഒരു ഘട്ടത്തിൽ ഒഴിവാക്കിയത്. ഇനിയിപ്പോഴും കിഫ്ബിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ 90,000 കോടി രൂപയുടെ പദ്ധതിയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. 60,000-ലധികം കോടി രൂപ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പോഴും എല്ലാം കൂടി 90,000 കോടി രൂപയുടെ പദ്ധതിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതാദ്യം ആകാശ കുസുമം എന്നാണ് UDFകാർ പറഞ്ഞിരുന്നത്. പിന്നീട് അവരെല്ലാം മണ്ഡലത്തിൽ 100 കോടി രൂപയുടെ പദ്ധതി വന്നപ്പോൾ അവർ അത് മാറ്റി അവർ നല്ല രീതിയിൽ സഹകരിച്ച് ഇതിനെ ശ്ലാഘിക്കാൻ തുടങ്ങി. അങ്ങനെ ശ്ലാഘിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമായത്. അപ്പോൾ 90,000 കോടി രൂപയുടെ പദ്ധതി മിക്കവാറും കടം ഉൾപ്പെടെയല്ലേ എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ കടം എങ്ങനെയാണ് വീട്ടിൽ തീർക്കുക എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയേണ്ടി വരും. അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തൊക്കെ വേണം, ഏതൊക്കെ തലം വേണം, അത് കിഫ്ബിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാം ആലോചിച്ച് ആവശ്യമായ തീരുമാനം എടുക്കുകയും